മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവറി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് നമ്മുടെ ശീലങ്ങളെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ശീലത്തിനെ നമ്മൾ അനലൈസ് ചെയ്താൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നതിനുള്ളിൽ ഈ തരത്തിൽ എന്തൊക്കെ ഹാബിറ്റുകൾ, ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ് ആവുക. നമ്മൾക്ക് എന്താണോ വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കുക. ഈ മേജർ തോട്ട് എന്താണോ അതാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഞാനിത് മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തതാണ് എന്നുള്ള രീതിയിലേക്ക് പലരും പറയുന്നുണ്ട്. ആക്ച്വലി ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞാലും വേണ്ടില്ല, നമ്മൾ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിന്തയുടെ റിപ്പീറ്റഡ് തോട്ട് പ്രോസസ് ഡെസ്റ്റിനി ആയിട്ട് വരും. പക്ഷേ നമ്മളുടെ ആഗ്രഹം ഒന്നായിരിക്കും, നമ്മളുടെ ഒരു 95% തോട്ട് പ്രോസസ്സും വേറൊരു രീതിയിലേക്കായിരിക്കും. നമ്മളൊരു ജനിക്കുന്ന സമയത്ത് ഒരു കാലിയായ പാത്രമാണ്. നമ്മുടെ പേരൻസ്, നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മളിലേക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ പതിയുന്നു. പല ട്രോമാസ് പല ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ പതിയുന്നു. ഈ ട്രോമാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ പീഡനം ലഭിക്കണം എന്നൊന്നുമില്ല. ഒരു ടീച്ചർ വന്നിട്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് ചുമ്മാ കളിയാക്കിയാൽ മതി, അത് നമ്മളുടെ ഉള്ളിലൊരു ട്രോമയായിട്ട് മാറും. ഇതടക്കം നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? സ്ട്രോങ് നമ്മുടെ മനസ്സിൽ പതിയുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾക്ക് എന്താണ് വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക. പല ആളുകളും ക്ലാരിറ്റി ഇല്ല. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഇല്ല, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല. ഇതൊന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം മാത്രമാണ്. കുറച്ചു കാലം ഓടും, എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. എന്നിട്ട് ഇതൊന്നുമില്ലാതെ അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ കുറച്ചോടും, അവിടെയും അതും അവസാനിപ്പിക്കും. എന്നിട്ട് പിന്നാലെ അടുത്തതും. ഹാർഡ് വർക്കാണ്. അവരവരുടെ ഡെസ്റ്റിനി റീച്ച് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണ്, നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒരു കൂട്ടം അസോസിയേഷനിലാണ്. 95% ആളുകളും ഒരു നെഗറ്റീവ് രീതിയിലാണ് അവരുടെ തോട്ടിനെ കൺസ്ട്രക്ട് ചെയ്തു വച്ചിരിക്കുന്നത്. അതൊരു നിർഭാഗ്യവശാലുള്ള ഒരു കാര്യമാണത്. ആ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഈ സോ കോൾഡ് അസോസിയേഷനിൽ നിന്നും നമ്മളിലേക്ക് പല ഇൻഫർമേഷൻസും നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലെ സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ്, ഇതിൽ പ്രിന്റിങ്സ്, സ്ട്രോങ് പ്രിന്റിങ്സ് വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന ഇൻഫർമേഷനിലൂടെയാണ് വരുന്നത്. നമ്മുടെ അസോസിയേഷനിലൂടെയാണ്, നമ്മൾ കാണുന്നതിലൂടെയാണ്, നമ്മൾ കേൾക്കുന്നതിലൂടെയാണ്, നമ്മൾ ടച്ച് ചെയ്യുന്നതിലൂടെയാണ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഇത് കൃത്യമായിട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ പതിയുന്നു. ഈ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ, നമ്മളുടെ മേജർ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ആഗ്രഹം ഒന്നായിരിക്കും, നമ്മുടെ മേജർ ചിന്ത ഒന്നായിരിക്കും. ഈ മേജർ ചിന്ത എന്താണോ അതാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന ലക്ഷ്യം, അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ്, അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവൻ അല്ലെങ്കിൽ അവൾ ഒരു ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു പോകുന്ന സമയത്ത് ആ പറയുന്ന പണം വന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് അവൻ തട്ടിത്തടഞ്ഞു വീണ് നിരങ്ങി കുഴിയിൽ ചാടി തിരിച്ചു വന്നിട്ട് പഠിക്കുന്നത്. ഇതാദ്യം പഠിപ്പിച്ചാൽ, ഒരു കുട്ടിയെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ പഠിപ്പിച്ചാൽ, പോസിറ്റീവ് തോട്ട് പ്രോസസ്സിനെ കുറിച്ച് പഠിപ്പിച്ചാൽ എല്ലാം നേരെയാകും. എത്ര കുട്ടികൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു നല്ല ശക്തമായ ശരീരം കിട്ടണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് നമ്മൾ കൊടുക്കണം. ആളുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഇത് പഠിക്കുക, എല്ലാവരും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ സുഖമായിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈസിലി എത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു സയൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ശീലത്തിനെ നമ്മൾ അനലൈസ് ചെയ്താൽ നമ്മൾ എങ്ങാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ രാവിലെ എണീക്കുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ 6 മണിക്ക് എണീക്കണം. 5:30 അലാം വെച്ചു. 5:30 അലാം അടിച്ചു, നമ്മൾ സ്നൂസ് ചെയ്തു. പിന്നെയും അലാം അടിച്ചു, നമ്മൾ സ്നൂസ് ചെയ്തു. ഇതെന്തിനായി 6 മണിക്ക് എണീക്കേണ്ടവൻ 6 മണിക്കല്ലാതെ 5:30 അലാം വെക്കുന്നെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല.
പക്ഷേ ഈ രാവിലെ ഈ 5:30 മുതൽ 6 മണി വരെ ഏത് സമയമാണെന്നുണ്ടെങ്കിലും ഈ സമയത്തിനുള്ളിൽ എന്തിനാ ഇത്രയും സ്നൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഓരോ സ്നൂസിങ്ങിലും ഫെയിലിയർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ശീലം ഫെയിലിയർ രജിസ്റ്റർ ചെയ്യും. ഒരു ജീവിതം നമ്മളെ, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന അന്ന് തന്നെ നമ്മൾ 10ഓളം ഫെയിലിയർ രജിസ്റ്റർ ചെയ്യും. ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, എനിക്ക് 1 കോടി രൂപ വരണം. സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിൽ നിന്ന് പറയാണ്, ആദ്യം കൃത്യമായിട്ടുള്ള സമയത്തൊന്ന് എണീക്കാൻ നോക്ക്. മനസ്സിലായില്ലേ? ആ മൈന്യൂട്ട് ഏരിയയിൽ ജപ്പാൻകാരുടെയും മോങ്കുകളുടെയും ഒക്കെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അവർ രാവിലെ എണീക്കുന്ന സമയത്ത് അവരുടെ ബെഡ് റീഅറേഞ്ച് ചെയ്തിട്ടാണ് എണീക്കുക. നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ ബെഡ്ഷീറ്റ് എങ്ങനെയായിരിക്കും മെജോറിറ്റി ആളുകളുടെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്? പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് കൃത്യമായ സ്ഥലത്താണോ വെക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ക്യാരക്ടർ എന്താണെന്നോ ആ ക്യാരക്ടറിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മൈന്യൂട്ട് ഹാബിറ്റ്സ് നമ്മൾ രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നതിനുള്ളിൽ ഈ തരത്തിൽ എന്തൊക്കെ ഹാബിറ്റുകൾ, ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ് ആവുക. ഇത് വളരെ വേസ്റ്റ് സിറ്റുവേഷനിലാണ് ഒരാളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ തീരുമാനിക്കുക, 6 മണിക്ക് എനിക്ക് എണീക്കണം, അതുകൊണ്ട് ഞാൻ 5:30 അലാം വെക്കില്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം 5:30 അലാം വെക്കുന്നത് ഒഴിവാക്കി 6 മണിക്ക് അലാം വെക്കുന്നു. സഡൻലി ഞാൻ എണീക്കുന്നു എന്ന് തീരുമാനിക്കുക. ബെഡിന് കാന്തത്തിന്റെ പവറായിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഒന്നുകൂടി പുതപ്പ് വലിച്ചിട്ടിട്ട് കിടക്കാൻ നമുക്ക് തോന്നുന്ന സമയമായിരിക്കും. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മൾ എണീക്കാൻ വേണ്ടി മൈന്യൂട്ടായിട്ട് ചേഞ്ച് വരുത്തുക. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിങ്ങനെ അറിയാതെ നമ്മുടെ ശീലമായിട്ട് ഡെവലപ്പ് ആകും. ഇങ്ങനെ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പല ആളുകളും ഇങ്ങനെയല്ല ചെയ്യുക, എനിക്ക് ഇൻവെസ്റ്റർ ആകണം, ഞാൻ 1 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ അല്ല. നമ്മളുടെ ഈ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുക. ആദ്യം ബൈക്കുള്ള ഒരാൾ ഒരു മാരുതി കാറ് വാങ്ങാൻ പറ്റുന്ന നിലയിലേക്ക് വളരുക. പതുക്കെ ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയർന്നാൽ അവിടെ കുറച്ചുകൂടി ഉയർന്ന സാധനങ്ങളൊക്കെയുണ്ട്. നമുക്ക് റോൾസ് റോയ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, റോൾസ് റോയ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിയേ രക്ഷയുള്ളൂ. പെട്ടെന്ന് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോയാൽ ഇത് റിജക്റ്റ് ചെയ്യും. പതുക്കെ സമയമെടുത്ത് നമ്മൾ നമ്മുടെ ശീലങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വഴി എല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, ഒരു ഷെയർ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളും സാധിക്കാൻ കഴിയും. എല്ലാവർക്കും നന്ദി.